നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പാവയ്ക്കത്തോരനാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ കുറെ പേർക്ക് നല്ല ഇഷ്ടമായിരിക്കും, കുറെ പേർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. ജീവൻ പോയാൽ പോലും അവർ പാവയ്ക്കയുടെ ഒരു സാധനം കഴിക്കില്ല. പക്ഷെ എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ പാവയ്ക്ക വെച്ചിട്ട് പാവയ്ക്ക തോരൻ ഉണ്ടാക്കും. പിന്നെ പാവയ്ക്ക തീര് തേങ്ങ വറുത്തരച്ചിട്ട് വാളും കൂടി ചേർത്തിട്ട് വെക്കില്ലേ, അത് രണ്ടും സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ പാവയ്ക്ക തോരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാവയ്ക്ക് അത്യാവശ്യം നല്ല കയ്പുണ്ടല്ലോ. ആ കയ്പിനെ നമുക്ക് ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ ആ കയ്പിനെ ഒന്ന് കുറച്ചിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റിലേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ കയ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെ കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് മൊരിച്ച പോലെ എടുക്കും. അപ്പൊ ചോറിന്റെ കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രം പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ നമുക്ക് ഒട്ടും സമയം കളയണ്ടേ നമ്മുടെ പാവയ്ക്കത്തോരൻ റെഡിയാക്കിയിട്ട് എടുക്കാം. പാവയ്ക്കത്തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പൊ ഞാനിവിടെ 1/2 കിലോ പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരറ്റും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പാവയ്ക്കയ്ക്ക് നല്ല കയ്പുണ്ടല്ലോ, ആ കയ്പ് അത്രയ്ക്ക് അധികം ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ ഈ പാവയ്ക്ക ഒന്ന് ചെറുതായിട്ട് മുരിച്ചിട്ട് എടുക്കണത്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. സവോളയും, അപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സവോളയ്ക്ക് ഭയങ്കര വിലയാണല്ലോ. അങ്ങനെ യൂട്യൂബിലൊക്കെ ആയിരുന്നാലും കുറെ ഇങ്ങനെ എന്താ പറയാ സവോളയ്ക്ക് വില കൂടിയിട്ട് ഇങ്ങനെ കുറെ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, കടയിലൊക്കെ സവോള വിൽക്കാൻ വെക്കണോടത്ത് പോലീസിനെയും കൂടിയിട്ട് സെക്യൂരിറ്റിക്ക് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടില് സവോളയ്ക്ക് 1 കിലോന് 100 രൂപ തോന്നുന്നു. പക്ഷെ ഇവിടെ സവോളയ്ക്ക് വില കൂടിയിട്ടില്ല കേട്ടോ. ഇവിടെ ശരിക്കും സവോളയ്ക്ക് വില കുറഞ്ഞേക്കാണ് ചെയ്യുന്നത്. ഇവിടെ സാധാരണ ഞങ്ങൾക്ക് ഒരു 10 LB ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8.5 കിലോ ഉണ്ടാവും. അതിന് സാധാരണ ഒരു $5 കൊടുക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് അവിടെ സെയിൽ ഇട്ടേക്കണം. $5 പകുതി പൈസയുള്ളൂ. 250 $2.50 ഇട്ടേക്കുന്നത്. അപ്പോൾ നാട്ടിൽ മാത്രമേ അല്ല, ഇന്ത്യയിൽ മാത്രമേ വില കൂടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ സവോളയ്ക്ക് വില കൂടിയിട്ടില്ല, സവോളയ്ക്ക് വില പറഞ്ഞേക്കാണ് ഇവിടെ. അപ്പോൾ സവോളയ്ക്ക് വില കൂടുതലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാനിവിടെ സവോള ചേർക്കാണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ സാധാരണ ഇതേപോലെ പാവയ്ക്ക ഇങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് കയ്പുണ്ടല്ലോ, അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എരിവ് ചേർക്കും. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കണത്. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പോൾ ഇതിനകത്ത് നീക്കി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഇത്രയ്ക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. തേങ്ങ ഇപ്പോൾ അധികം ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കണം. എൻ്റെ വേപ്പിൽ ഞാനൊരു ചെറിയ കറിവേപ്പിലയും കൂടിയിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്ക നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എനിക്ക് പാവയ്ക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് പാവയ്ക്ക ഇഷ്ടമില്ല, അവർ കഴിക്കില്ല. പക്ഷെ എനിക്ക് പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പാവയ്ക്കയാണ്. പാവയ്ക്ക ഇഷ്ടമാണ്, പടവലങ്ങ ഇഷ്ടമാണ്. അത് രണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. പിന്നെ എനിക്കിഷ്ടം മറ്റേ അരിഞ്ഞു വളർത്തുന്ന പയറുണ്ടല്ലോ, അരിഞ്ഞു വളർത്തുന്ന പയറും ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അച്ചിങ്ങ പയറുണ്ടല്ലോ, ഉള്ളിൽ നിന്ന് പയറുമണിയും പിന്നെ ഒടിയനൊക്കെ കൂടിയിട്ട് ചെയ്യണത്, അത് രണ്ടും, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പാവയ്ക്കയുടെ കുരു ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുരു കൂടിയിട്ട് കളയുന്നുണ്ട്. ഇവിടെ ചില സമയത്ത് നമുക്ക് നല്ല ചെറിയ പാവയ്ക്ക കിട്ടും. അപ്പോൾ അതിൻ്റെ കുരു മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ മൂക്കാത്ത കുരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരു കളയാറില്ല കേട്ടോ. കുരു കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കുരു മൂത്തിട്ടില്ല. നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഇതിൻ്റെ കുരു കളയണ്ട. ഈ കുരു കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൂത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കുരു മാറ്റിയാൽ മതി. ഇതിൻ്റെയൊക്കെ കുരു മൂത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് അങ്ങനെ കുരു ആയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിനെ ഒന്നുകൂടി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുക്കട്ടെ.
കൂടിയിട്ടൊന്ന് ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ എടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പീസ് പീസായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പാവയ്ക്കാണ്ട് നീക്കി വെക്കട്ടെ. നമ്മുടെ ക്യാരറ്റ് എടുക്കട്ടെ. ക്യാരറ്റിനെ പീലായിട്ട് ഇതേപോലെ പീലർ വെച്ചിട്ട് കേട്ടോ, പീലർ വെച്ചിട്ട് തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പീലർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ കുരുന്നാണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നല്ല കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇടയ്ക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കും. ചിലപ്പോൾ എനിക്ക് ഗ്രേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇതേപോലെ പീലറിൽ വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്യും. എന്നിട്ടാണ് പൊടി പൊടിയായിട്ടാണ് കട്ട് ചെയ്യും. ഇനി ഇതാണ്ട് നീക്കി വയ്ക്കുക. തേങ്ങ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തേങ്ങയും കൂടിയിട്ട് അതിൻ്റെ കൂടെ കിടന്നിട്ടാണ് മൊരിഞ്ഞ് പോകും. ഇനി നമുക്ക് വെളുത്തുള്ളിയും പിന്നെ സവോളയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. 2 ചുവന്നുള്ളി, 2-3 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടാൽ മതി. എനിക്ക് ചുവന്നുള്ളിക്ക് വില കൂടിയിട്ടുണ്ടോ നാട്ടിൽ? എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഈ പുള്ളികളൊന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഞാൻ നമ്മുടെ പാവയ്ക്കയുടെ മിക്സിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മുടെ പൊന്നായിട്ടുള്ള സവോള എടുക്കട്ടെ. സവോളേനെയും കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സവോളയുടെ പകുതി എടുക്കണമല്ലോ കേട്ടോ. ഇനിയിപ്പോൾ സവോള കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇനി സങ്കടമാണ്. കുറേ സവാള ഇട്ടു ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സവാള അങ്ങനെ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ പച്ചമുളക് ഞാൻ കത്രിക കൊണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർക്കും, പിന്നെ മുളക് പൊടിയും ചേർക്കും. മുളക് പൊടിക്ക് നമ്മൾ ലാസ്റ്റൊക്കെ ആവാറ നമ്മൾ ചേർക്കുള്ളൂ. കാരണം തുടക്കത്തിലേ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിക്കാണ്ട് കരിയും. നമ്മുടെ പാവയ്ക്ക നമുക്കാണ്ട് മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിന് പാവയ്ക്ക തോരനോ, ഞാൻ സാധാരണ പാവയ്ക്ക ഉലർത്തിയതെന്നിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുക, കാരണം ഇത് നമുക്കൊന്ന് മൊരിച്ചിട്ട് എടുക്കണമല്ലോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, കുറച്ച് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. ഈ കടുക് പൊട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കടിക്കുന്ന സമയത്ത് കടുക് കടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകിന് കൈപ്പരസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടുകിന് പൊട്ടാനുള്ള ഗുണം ദൈവം കൊടുത്തേക്കുന്നത്. പൊട്ടണം അത്. ഈ കടുക് പൊട്ടണ പോലെ വേറൊരു സാധനം പൊട്ടില്ലല്ലോ സൗണ്ടിൽ. അപ്പോൾ അത് പൊട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതില്ലേ, ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പല പല കളറുകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മുടെ ഓയിലിലേക്ക് പോട്ടെ. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പാവയ്ക്കയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ചേർത്താൽ മാത്രമേ ഉപ്പ് ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ പച്ചക്കറിയിൽ ചേർക്കണ അത്രയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സാധാരണ നമ്മൾ പച്ചക്കറിയിലേക്ക് ഉപ്പ് ചേർക്കണ പോലെയല്ല, പാവയ്ക്കയിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോട്ടോ. ഇനി ഇത് ഞാനിവിടെ മൂടി വയ്ക്കുന്നില്ല കേട്ടോ. ഇത് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കും. എന്നിട്ട് അതിങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അടുത്തൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതേപോലെ ഇങ്ങനെ അടപ്പത്ത് ഇട്ടേക്കും. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കുറവായിട്ട് തോന്നണല്ലേ. ഒന്നും കൂടി നന്നായിട്ട് കുറഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പാവയ്ക്ക ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പൊടികൾ ചേർക്കാൻ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്.
ഇനി ഒന്നുകൂടി മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർത്താൽ മതി. ഇപ്പോൾ ചേർക്കണ്ട, കാരണം മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിയും. പിന്നെ നമുക്ക് ഇതൊന്നും കൂടി നമുക്കൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമുക്കങ്ങോട്ട് മൊരിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇന്നും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാണ്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയല്ലേ ചേർത്തത്, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുളക് പൊടി ചേർക്കാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഒരു അത്യാവശ്യം മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കൊക്കെ ആയിരുന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ 3/4 ഭാഗമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത്രയ്ക്ക് തേങ്ങ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം. എനിക്ക് കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുന്നത് കേട്ടോ, കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ തേങ്ങയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കണ്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തേങ്ങയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ ഈ ജ്യൂസൊക്കെ കൂടിയിട്ട് നമ്മുടെ ഈ പാവയ്ക്കയുടെ ഉള്ളിലേക്ക് കിട്ടും. അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അങ്ങോട്ട് മൊരിഞ്ഞു പോകില്ല. നമുക്കതിന് തേങ്ങ മൊരിച്ചിട്ട് എടുക്കണ്ട. ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി തീ ഒന്ന് കുറച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ ലാസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം നാരങ്ങ നീര് ഇങ്ങനെ ലാസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീരും കൂട്ടിയിട്ടാണ് ഒഴിച്ചത്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറുണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പ്രാവശ്യം ചോറെടുക്കും, പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ചോറെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കും, പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കും. ഞാൻ സാധാരണ പാവയ്ക്ക ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. ചോറ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടി ചോറെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പാവയ്ക്ക തോരൻ. ഞാനപ്പോൾ സാധാരണ ഇത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കില്ല, പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൊരിയും, അപ്പോൾ അതിലും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ പാവയ്ക്ക തോരൻ. അപ്പോൾ ഈ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.